ശ്രീലക്ഷ്മി, ഞാൻ നിനക്ക് വേണ്ടി ഒരു റെയർ ഡയമണ്ട് നെക്ലസ് വാങ്ങി. എനിക്ക് വേണ്ടിയോ? യെസ്, നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പൈസയെ പറ്റി ഓർത്തില്ല. നമ്മൾ രോഹൻ്റെ കല്യാണ റിസപ്ഷന് ഈ നെക്ലസ് ഇട്ടാ പോകുന്നത്. This is so beautiful. നീ എനിക്ക് വേണ്ടി തന്നെയാണോ ഇത് വാങ്ങിയത്? Thank you, thank you, thank you, thank you so much. നിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഈ ഗിഫ്റ്റ് തന്നാൽ പോരാ. നിനക്കിതിൻ്റെ വില എത്രയാണെന്നറിയോ? 1 കോടി രൂപ. 1 കോടി രൂപയോ? യെസ്. Really? Oh my God, this is so beautiful. This is so beautiful. നിനക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ഈ ഡയമണ്ട് നെക്ലേസ് ഇഷ്ടമാണെന്ന്? കല്യാണത്തിന് ഈ നെക്ലേസ് ഇട്ട് പോയാലുണ്ടല്ലോ, എല്ലാവരും എന്റെ പുറകെ നിന്ന് മാറില്ല. വലിയ സെലിബ്രിറ്റീസിനെ പോലെ ഞാൻ പാർട്ടിയിൽ ഷൈൻ ചെയ്യും. കമോൺ ശ്രീലക്ഷ്മി, നീ ഷൈൻ ചെയ്യുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുക. ശരത്ത് ശ്രീലക്ഷ്മിയെ ഇംപ്രസ് ചെയ്യാൻ കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ചു. അത് നോക്കി നിൽക്കാൻ മാത്രമേ ഋഷിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ ഈ നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽ നെക്ലസിന്റെ കോപ്പിയാണ്. ഒറിജിനൽ നെക്ലസിലുള്ള ലോഗോ അല്ല ഈ നെക്ലസിലുള്ളത്. അത് ഈ ലോഗോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീലക്ഷ്മി, നിനക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ശ്രീലക്ഷ്മി പരിശോധിച്ചപ്പോഴാണ് ഈ ഡയമണ്ട് നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായത്. ശരത്ത് ചെറുതായി ഒന്ന് നാണം കിട്ടും. ശ്രീലക്ഷ്മി, ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ കൂട്ടുകാരൻ എന്നോട് കള്ളം പറഞ്ഞോ? അവൻ എന്നെ പറ്റിച്ചോ? ഞാൻ നിനക്ക് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് അല്ല വാങ്ങിയത്. ഞാൻ നിനക്ക് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്തായാലും എനിക്കിപ്പോൾ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ശ്രീലക്ഷ്മി, ഞാൻ ഇതുവരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, നീ ഇയാളിൽ നിന്ന് അകലം പാലിക്കണം. അവൻ നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാ നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് നെക്ലസ് തന്നത്. ഇങ്ങനത്തെ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ചതിക്കും. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്യും. എന്തായാലും നിനക്ക് നിന്റെ ഒറിജിനൽ ഗിഫ്റ്റ് വാങ്ങി തരാൻ വേണ്ടി ഞാൻ പണിയെടുക്കും. നിനക്ക് വേണ്ടി ഇത് ഞാൻ കൊണ്ടുവരും. ഋഷി ഇങ്ങനെ പറഞ്ഞത് അവൾക്കൊരു ഷോക്കായി. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഋഷി എന്തുമാത്രം ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഈ വൃത്തികെട്ട ചതിയന്മാരിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഋഷി തന്റെ ഒപ്പം നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് ആദ്യമായി അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഈശ്വര, പണമില്ലാത്തതിന്റെ പേരില് ഋഷിയെ ഞാൻ അകറ്റി നിർത്തിയത് മാപ്പർഹിക്കാത്ത തെറ്റാണല്ലോ. ശരത്ത് വെറൊരു ബിസിനസ് പാർട്ട്ണറാണ്, പണക്കാരനാണ്, സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. ഋഷിയുടെ പെരുമാറ്റം കാരണം ശരത്ത് ഈ കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ച പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഋഷിയുടെ സ്നേഹത്തിന് വേണ്ടി എന്റെ ഇത്രയും കാലത്തെ അധ്വാനം ഞാൻ കൊണ്ട് കടലിൽ കളയണോ? എനിക്ക് ഋഷിയുടെ ആവശ്യം ഇപ്പൊ ഇല്ല, പക്ഷേ ശരത്തിന്റെ ആവശ്യമുണ്ട്. ബിസിനസ് ലാഭത്തിനെ പറ്റി ചിന്തിച്ചപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഋഷിയെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. എടാ കോപ്പേ, നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിന്നെ ആര് ഇങ്ങോട്ടേക്ക് വിളിച്ചത്? നീ കാരണം എനിക്ക് എന്തൊക്കെയാ നഷ്ടപ്പെടാൻ പോകുന്നത്. ഞാൻ തെറ്റ് ചെയ്തു. നിന്നെപ്പോലെ ഒരുത്തനെ കല്യാണം കഴിച്ചു എന്ന തെറ്റ്. ഇനി നീ ഒരിക്കലും എന്റെ കാര്യത്തിൽ ഇടപെടരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ. ഹേയ് യു, സ്റ്റോപ്പ് ദ. നീ ആരാണെന്ന് നിന്റെ വിചാരം? നീ വലിയ ഹീറോ ആണോ? എന്നാ കേട്ടോ, നീ വെറും സീറോയാ. എന്നെ എതിർത്ത് സംസാരിക്കാൻ നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയ? നിന്റെ കൂതർ ജിലേബിയേക്കാൾ കൊള്ളായിരുന്നു ഞാൻ കൊടുത്ത ഡയമണ്ട് നെക്ലസ്. വൺ മോർ തിങ്, നിന്നെ പോലത്തെ ആൾക്കാർ സ്വന്തം യോഗ്യത സ്വയം മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ വലിഞ്ഞ് കയറി വരികയല്ല വേണ്ട. മര്യാദയ്ക്ക് വീട്ടിൽ പോയി അടുക്കളപ്പണി ചെയ്യടാ. ശരത്തിനോട് വഴക്കുണ്ടാക്കി ഹീറോയിസം കാണിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഋഷി. ഇത് അവസാനമായിട്ടായിരിക്കണം. നീ ഇപ്പം എൻ്റെ നേരെ കൈ ചൂണ്ടിയില്ലേ, അതുപോലെ ഇനി ഒരു തവണ കൂടി കൈ ചൂണ്ടിയാ നീ തീർന്നു. എൻ്റെ പുറകിൽ നിൽക്കുന്ന ഇവളുണ്ടല്ലോ, അവളെൻ്റെ ഭാര്യ. അവളുടെ പുറകെ നീ ഇനി നടന്ന പിന്നെ ഞാൻ നിന്നെ കൊല്ലും.
ഇനി ഒരു തവണ കൂടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ മുന്നിലെങ്ങാനും വന്ന നിന്റെ കുടുംബമടക്കം ഞാൻ കത്തിക്കും. നീ നേരത്തെ ചൂണ്ടിയതുപോലെ എൻ്റെ നേരെ നീ കൈ ചൂണ്ടിയ പിന്നെ നീ ബാക്കിയുണ്ടാവില്ല. പക്ഷെ അവന്റെ എതിർപ്പ് ശ്രീലക്ഷ്മി വകവെച്ചില്ല. അവൾ ശരത്തിന്റെ ഒപ്പം ആ നെക്ലേസ് ധരിച്ചുകൊണ്ട് കല്യാണ പാർട്ടിക്ക് പോയി. സ്വന്തം ഭാര്യ ഒരു ആഡംബര കാറിൽ സുഹൃത്തിനൊപ്പം പോകുമ്പോൾ തന്റെ സ്കൂട്ടർ നോക്കി വിഷമത്തോടെ ഇരിക്കുന്ന ഋഷി. ശ്രീലക്ഷ്മി, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള ചതി മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ എന്നെ നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. രാത്രി ഒരുപാട് വൈകി. ഋഷി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവന്റെ ഫോൺ റിങ് ചെയ്തു. എവിടെ പോയി കിടക്കൂടാ നീ? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു. നീ നിന്റെ അമ്മായച്ചന്റെ കണ്ണാടിയും കൊണ്ടുപോയി. എന്റെ കൂട്ടുകാരികള് നിന്നെ കുറെ ജോലി ഏൽപ്പിച്ചു, യാതൊന്നും ചെയ്തില്ല. നീ ഇതെവിടെയാ? അമ്മേ, ഞാൻ ശ്രീലക്ഷ്മിയെ വിളിക്കാൻ പോയി. അവളുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. അവള് ഫോൺ എടുക്കുന്നില്ല. പക്ഷേ അവൾ എൻ്റെ കൂടെ ഇല്ല ഇപ്പം. എടാ, താനല്ലേ ഇപ്പൊ പറഞ്ഞ അവൾ തന്റെ കൂടെ ഉണ്ടെന്ന്? പിന്നെ ഇപ്പൊ ഇല്ലെന്നോ? എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. പക്ഷേ അവൾ അവസാനം അവളുടെ ബിസിനസ് പാർട്ട്ണർ ശരത്തിന്റെ കൂടെ പോയി. എന്റെ ദേവിയാനി, ഇവിടെ എന്താ നടക്കുന്നേ? നിന്റെ മരുമൻ രാവിലെ പോയതാ, ഇപ്പൊ ഇവിടെ? ഐ ടോൾഡ് യു ഐ ഡോണ്ട് ട്രസ്റ്റ് ദിസ് മാൻ. എനിക്ക് ക്ലബിൽ ചീട്ട് കളിക്കാൻ പോകണം. കണ്ണാടി ഇല്ലാതെ എനിക്കൊന്ന് കണ്ടുകൂടാന്ന് നിനക്ക് അറിയില്ലേ? എനിക്കാണെങ്കിൽ വാച്ച് നോക്കി സമയം പോലും അറിയാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ക്ലബിൽ പോവും? സോറി, ഒന്ന് റിലാക്സ് ചെയ്യ്. ഞാൻ വഴിയുണ്ടാക്കാം. ഐ പ്രോമിസ്. നിങ്ങളുടെ കണ്ണാടി വിൽ ബി ആസ് ഗുഡ് ആസ് ന്യൂ. എനിക്ക് ടെൻഷൻ ആകുന്നു. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. ഋഷി, താനിത് എവിടെ പോയി കിടക്കുവോ? ഒരു കാര്യവും ഉത്തരവാദിത്തോടെ ചെയ്യില്ല. മാമന്റെ കണ്ണാടിയും കൊണ്ട് കളഞ്ഞു. ഇപ്പൊ മാമന്റെ മോളെയും കൊണ്ടുപോയി കളഞ്ഞു. വാ തുറന്ന കള്ളം മാത്രം പറയുന്ന ഇങ്ങനൊരു സാധനം. ഒരു മണിക്കൂറിനുള്ളിൽ ശ്രീലക്ഷ്മിയെയും നിന്റെ അമ്മായിച്ചന്റെ കണ്ണാടിയും കൊണ്ട് ഇവിടെ വരണം. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവയാനി ദേഷ്യത്തിൽ ഫോൺ വെച്ചു. ലിസൺ, ഐ ഹാവ് ടു ഗോ. ഐ എം സോ സോറി. ഒരു കാര്യം, കണ്ണാടി കിട്ടുമ്പോൾ നീ വല്ല അനാഥാലയത്തിലും ഡൊണേറ്റ് ചെയ്യും. എന്റെ ചേട്ടാ, ഡോണ്ട് ബി സോ ഡ്രാമാറ്റിക്. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. അവൻ ഉടനെ തന്നെ കണ്ണാടിയുമായി വരും. എനിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന എനിക്കിഷ്ടം, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. യു നോ ദാറ്റ്. ബൈ, സി യു ഡാർലിംഗ്. ഋഷി ഉടനെ തന്നെ ഫോൺ എടുത്ത് ശ്രീലക്ഷ്മിയെ വിളിച്ചു. അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഋഷി ഉടനെ തന്നെ പാർട്ടി നടക്കുന്ന നൈറ്റ് ക്ലബിലേക്ക് പോയി. അവൻ അവിടെ മുഴുവൻ പരതി നോക്കിയെങ്കിലും ശ്രീലക്ഷ്മിയെ കണ്ടില്ല. അപ്പോൾ അവൻ ദൂരെ നിന്ന് ശ്രീലക്ഷ്മിയുടെ ഒച്ച കേട്ടു. പെട്ടെന്ന് ഋഷി ഒരു കാഴ്ച കണ്ടു. അവൻ ആ കാഴ്ച ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അവൻ ഉടനെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബിയർ ബോട്ടിൽ പൊട്ടിച്ചു. ഇതുവരെ അപമാനിച്ചതിന് എല്ലാത്തിനോടുള്ള ഉത്തരം അവൻ ഉടനെ കൊടുക്കും. ഈ പ്രതികാരത്തിന്റെ കഥ നിങ്ങൾക്കറിയണമോ? എന്ത് കാഴ്ചയായിരുന്നു അവൻ അവിടെ കണ്ടത്? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.